നമസ്കാരം. തമിഴ്നാട് നിയമസഭയിലേക്കുള്ള തന്റെ ആദ്യ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന നടനും രാഷ്ട്രീയ നേതാവുമായ വിജയ് ഇപ്പോൾ വിവാഹമോചന വാർത്തകളിലൂടെയാണ് ശ്രദ്ധ നേടുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ സംഗീത സ്വർണ്ണലിംഗം ചെങ്കൽപ്പെട്ട് കുടുംബ കോടതിയിൽ അപ്രതീക്ഷിതമായി വിവാഹമോചന ഹർജി ഫയൽ ചെയ്തത് സിനിമാ രാഷ്ട്രീയ മേഖലകളിൽ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. വിജയ് ഒരു പ്രമുഖ നടിയുമായി ബന്ധമുണ്ടെന്നും അതാണ് തങ്ങളുടെ ദാമ്പത്യം തകരാൻ കാരണമെന്നുമാണ് സംഗീതയുടെ ഹർജിയിലെ പ്രധാന ആരോപണം. 2021 ഏപ്രിൽ മുതൽ ഇരുവരും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. വിജയുടെ ഈ ബന്ധം ഭാര്യ കണ്ടെത്തിയതിനെ തുടർന്നാണ് വേർപിരിയൽ സംഭവിച്ചതെന്നും ഹർജിയിൽ പറയുന്നു. തമിഴ് സിനിമാ ഇൻഡസ്ട്രിയിലെ ഓജി കപ്പിൾ പട്ടികയിൽ ഇടം പിടിച്ച വിജയെയും സംഗീതയും വേർപിരിയാൻ ഒരുങ്ങുന്നുവെന്ന വാർത്ത ഇപ്പോഴും ഉൾക്കൊള്ളാൻ പ്രേക്ഷകർക്ക് കഴിഞ്ഞിട്ടില്ല. 5 വർഷമായി വിജയിൽ നിന്നും അകന്നു കഴിയുന്ന ഭാര്യ സംഗീത തന്നെയാണ് വിവാഹമോചനം ആവശ്യപ്പെട്ട് ആദ്യം കോടതിയെ സമീപിച്ചത്. പ്രമുഖ നടിയുമായി വിജയ്ക്കുള്ള വഴിവിട്ട ബന്ധമാണ് ഡിവോഴ്സ് എന്ന തീരുമാനത്തിലേക്ക് സംഗീതയെ താൻ പ്രേരിപ്പിച്ചത്. മാസ്റ്റർ സിനിമയുടെ റിലീസിനു ശേഷം വിജയ്ക്കൊപ്പം സംഗീത പൊതുവേദിയിൽ എവിടെയും പ്രത്യക്ഷപ്പെട്ടിട്ടുമില്ല. 2021 മുതൽ നവദമ്പതികൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ട്. സംഗീത തന്നെയാണ് തൃഷയുമായുള്ള നടന്റെ ബന്ധം ആദ്യം കണ്ടെത്തിയതും ചോദ്യം ചെയ്തതും. തെറ്റ് സമ്മതിക്കുകയും ഇനി ആവർത്തിക്കില്ലെന്ന് സംഗീതയ്ക്ക് വിജയ് വാക്കുകൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും പിന്മാറാതെ വിജയ് നടിയുമായുള്ള ബന്ധം തുടർന്നു. ആ നടി തൃഷയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോഴത്തെ വിജയ് സംഗീത വിഷയത്തിൽ പ്രതികരിക്കുകയാണ് ഗായിക സുചിത്ര. ഭാര്യയുമായുള്ള ബന്ധം വേർപ്പെടുത്തി നടിയുമായി പ്രണയം തുടരുന്നത് വിജയ്ക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യില്ലെന്ന് സുചിത്ര പറഞ്ഞു. സംഗീതയുമായി മനസ്സ് തുറന്ന് സംസാരിച്ച് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മക്കളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകാനാണ് വിജയ് ശ്രമിക്കേണ്ടതെന്നും സുചിത്ര പറയുന്നു. വിജയ് എത്രയും വേഗം ഫ്ലൈറ്റ് എടുത്ത് ലണ്ടനിലേക്ക് പോവുക, സംഗീതയോട് സംസാരിക്കുക, ചിലപ്പോൾ 2 അടി തരുമായിരിക്കും, അത് ഏറ്റുവാങ്ങുക, പിന്നീട് അത് നല്ലത് മാത്രമേ സമ്മാനിക്കൂ. 2 പേരും മനസ്സ് തുറന്ന് സംസാരിച്ച് തെറ്റുകൾ ഏറ്റുപറയൂ. 2 പേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞ് എല്ലാം പറഞ്ഞു തീർക്കൂ. മക്കളെയും ചേർത്ത് പിടിക്കൂ. അതാണ് നടക്കേണ്ടത്. എല്ലാവർക്കും വിജയ് ഇഷ്ടമാണ്. സംഗീതയുടെ ഡിവോഴ്സ് പേപ്പർ വായിച്ചാൽ തന്നെ അവർക്ക് വിജയോടുള്ള സ്നേഹം മനസ്സിലാകും. അവരെക്കുറിച്ച് ആലോചിച്ച് പാവം തോന്നി. എത്ര ക്യൂട്ടായാണ് കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത്. വിജയ്ക്കൊപ്പമുള്ള ഫോട്ടോയെല്ലാം പോസ്റ്റ് ചെയ്ത് ആ സ്ത്രീ എന്നെയും മക്കളെയും വെറുതെ ദേഷ്യം പിടിപ്പിക്കും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഹൃദയമുള്ള ഏത് സ്ത്രീക്കും സംഗീതയുടെ പരാതി വായിക്കുമ്പോൾ വേദന തോന്നും. അവരെ ഓർത്ത് സങ്കടം വരും. വിജയുമായി എപ്പോഴും കോണ്ടാക്റ്റുള്ള ആളല്ല ഞാൻ. വളരെ വിരളമായി മാത്രമാണ് കാണുന്നതും സംസാരിക്കുന്നതും. കോളിവുഡിലെ സെലിബ്രിറ്റീസ് എല്ലാവരും തമ്മിൽ ഇത്തരത്തിലാണ് സൗഹൃദം. അല്ലാതെ തുടർച്ചയായി സംസാരിക്കുന്നവരും ടച്ചിലിരിക്കുന്ന താരങ്ങളും കുറവാണെന്നും സുചിത്ര പറയുന്നു. കഴിഞ്ഞ ദിവസം വിവാഹമോചന കേസിനെ കുറിച്ച് പരോക്ഷമായി വിജയ് സംസാരിച്ചിരുന്നു. ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾക്ക് ചെവി കൊടുക്കേണ്ടതില്ലെന്നാണ് വിജയ് പറഞ്ഞത്. ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ വിഷമിക്കുന്നതും അതിനെ പ്രതിരോധിക്കുന്നതും ഞാൻ കാണുന്നുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഞാനും നിങ്ങളും ചേർന്ന് ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുക്കും. അതിലൊന്നും വിഷമിക്കരുത്. അതിൽ കാര്യമൊന്നുമില്ല. ആത്മവിശ്വാസത്തോടെ ഇരിക്കണം. നല്ലതേ നടക്കൂ. വിജയ് ഉറപ്പ് എന്നായിരുന്നു വിജയുടെ വാക്കുകൾ. നടനെക്കുറിച്ച് സുചിത്ര പറഞ്ഞ വാക്കുകൾ വൈറലായതോടെ ആദ്യമായി സുചിത്ര പറഞ്ഞ കാര്യത്തോട് യോജിപ്പ് തോന്നിയെന്നായിരുന്നു പ്രേക്ഷക പ്രതികരണങ്ങൾ. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ വിജയുടെ രാഷ്ട്രീയ ഭാവിക്ക് പോലും ഗുണം ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം ജീവിതകാലം മുഴുവൻ അപമാനവും പരിഹാസവും ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും കമന്റ് ബോക്സിൽ ആളുകൾ കുറിച്ചു. അതേസമയം ഒരാഴ്ചയായി തമിഴ്നാട്ടിൽ ആകെ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് വിജയ് സംഗീത വിവാഹമോചന ഹർജി. തമിഴ്നാട് ഇലക്ഷൻ തൊട്ടരികിൽ നിൽക്കെയാണ് വിജയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഭാര്യ സംഗീത തന്നെ രംഗത്തെത്തിയത്. 4-5 ദിവസമായി സംഗീത വിജയ് വിവാഹമോചന വാർത്ത മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ചാ വിഷയമായിരുന്നു. സോഷ്യൽ മീഡിയ വിവാഹമോചന വിഷയം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായെങ്കിലും നടൻ വിജയ് ഈ ഒരു സംഭവവുമായി പ്രതികരിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം ആദ്യമായി വിവാഹമോചന ഹർജിയിൽ വിജയ് പ്രതികരിച്ചിരുന്നു. ചെങ്കൽപ്പേട്ടയിൽ നടന്ന TVK വനിതാ ദിനാഘോഷത്തിലായിരുന്നു വിജയുടെ പ്രതികരണം. അടുത്തിടെയായി നടക്കുന്ന കാര്യങ്ങളെല്ലാം താൻ കാണുന്നുണ്ടെന്നും അതൊക്കെ താൻ നോക്കിക്കൊള്ളാമെന്നും നടൻ പറഞ്ഞു. തന്റെ പേരിൽ തന്നെ പിന്തുണയ്ക്കുന്നവർ വിഷമിക്കുന്നത് കാണുമ്പോഴാണ് കൂടുതൽ വേദന തോന്നുന്നതെന്നും വിജയ് പറയുന്നു. അടുത്തിടെയായി ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അതിൽ നിങ്ങൾ വിഷമിക്കുന്നതും അതിനെ പ്രതിരോധിക്കുന്നതും ഞാൻ കാണുന്നുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാനും നിങ്ങളും ചേർന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കും. അതിലൊന്നും വിഷമിക്കരുത്. അതൊന്നും അത്ര മൂല്യമുള്ളതല്ല. അതിൽ കാര്യമൊന്നുമില്ല. ആത്മവിശ്വാസത്തോടെ ഇരിക്കണം. നല്ലതേ നടക്കൂ. വിജയം ഉറപ്പ് എന്നായിരുന്നു വിജയുടെ വാക്കുകൾ. എന്നാൽ പ്രതികരണം നടന്ന സിനിമാ പ്രേമികൾക്കിടയിൽ കൂടുതൽ നെഗറ്റീവ് ഇമേജാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ മൂല്യമുള്ളതല്ലെന്ന് നടൻ പറഞ്ഞതാണ് നെഗറ്റീവായി തിരിച്ചടിക്കുന്നത്. മനുഷ്യരെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സഹകരണത്തെക്കുറിച്ചും വാചാലനാകാറുള്ള വ്യക്തിക്ക് കുടുംബം എന്നതും ഭാര്യ മക്കൾ എന്നതും അത്രയും നിസ്സാരമായ ഒന്നാണോ എന്നാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. കുടുംബത്തിന് ഇത്ര വലിയ വിലയെ കൽപ്പിക്കുന്നുള്ളൂ? ഇതെല്ലാം മാസാണെന്നാണോ വിചാരം? വീട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ പറ്റാതെ എങ്ങനെയാണ് നാട്ടിലെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്? ഒറ്റ ആവശ്യം, അധികാരം. ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ ബാധിച്ചിട്ടുണ്ടെന്നത് വ്യക്തമാണ്. മുഖത്ത് ചമ്മൽ വ്യക്തമാണ് എന്നിങ്ങനെയാണ് നടനെ വിമർശിച്ച് പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ. ജെന്റിൽമാൻ, ഫാമിലിമാൻ ഇമേജ് ഉണ്ടായിരുന്ന തമിഴിലെ ചുരുക്കം ചില നടന്മാരിൽ ഒരാളായിരുന്നു വിജയ്. സംഗീത വിവാഹമോചന ഹർജി ചർച്ചയായതോടെ തെന്നിന്ത്യയിലാകെ വിജയ്ക്ക് എതിരെ ട്രോളും പരിഹാസങ്ങളുമാണ് ഉയരുന്നത്.
നടനെതിരെ പുതിയൊരു പരാതി കൂടി ഭാര്യ സംഗീത നൽകിയിട്ടുണ്ട്. വിവാഹമോചന നടപടികൾ പുരോഗമിക്കവേ താമസിക്കുന്ന വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് സംഗീത സ്വർണ്ണലിംഗം കോടതിയിൽ പുതിയ ഇടക്കാല ഹർജി നൽകിയത്. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ താമസിച്ചു വരുന്ന വീട്ടിൽ തുടരാനുള്ള അവകാശം തനിക്കുണ്ടെന്നും കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ സൗകര്യം നിഷേധിക്കപ്പെടുമോ എന്ന് താൻ ഭയപ്പെടുന്നതായും സംഗീത ഹർജിയിൽ വ്യക്തമാക്കി. നടന് മറ്റൊരു പ്രമുഖ നടിയുമായുള്ള വഴിവിട്ട ബന്ധമാണ് താൻ വിവാഹമോചനം ആവശ്യപ്പെട്ട് ഹർജി നൽകാൻ കാരണമെന്ന് സംഗീത വ്യക്തമാക്കിയിരുന്നു. 2021 മുതൽ വിജയും സംഗീതയും അകന്ന് താമസിക്കുകയാണ്. വിജയുടെ പ്രവൃത്തികൾ മൂലം താനും മക്കളും മാനസികമായി ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചതായും സംഗീത വിവാഹമോചന ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു. വിജയ് സംഗീത വിവാഹം 1999 ഓഗസ്റ്റ് 25-നായിരുന്നു. ഏകദേശം 27 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികൾക്ക് ജേസൺ സഞ്ജയ്, ദിവ്യ സാഷ എന്നീ 2 കുട്ടികളുമുണ്ട്. മക്കളും അമ്മയ്ക്കൊപ്പമാണ്. അതേസമയം വിജയുമായി ബന്ധം പുലർത്തുന്ന നടി തൃഷയാണെന്നാണ് റിപ്പോർട്ടുകൾ. വലിയ കോലാഹലങ്ങൾ നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം തൃഷയ്ക്കൊപ്പം വിജയ് പൊതുവേദിയിൽ എത്തിയതും ചർച്ചയായിരുന്നു. വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോഴാണ് അത് ശരിവെക്കുന്ന രീതിയിൽ തൃഷ തന്നെ പലപ്പോഴായി പോസ്റ്റുകളും ഫോട്ടോകളും പങ്കുവച്ചെത്തുകയും ചെയ്തിരുന്നു. സംഗീത വിവാഹമോചന ഹർജി സമർപ്പിച്ചുവെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ വിജയ്ക്കും തൃഷയ്ക്കുമെതിരെ സിനിമാ പ്രേമികളും ആരാധകരും തിരിയുകയും ചെയ്തു. ഈ അഭ്യൂഹങ്ങളെല്ലാം ശരിവെക്കുന്ന രീതിയിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചാനലുകളിൽ നടക്കുന്ന ബഹളങ്ങളും ചർച്ചകളും. ഒന്നും വിജയെയും തൃഷയെയും ഒരു തരിമ പോലും ബാധിച്ചിട്ടില്ലെന്ന് തോന്നിക്കുന്ന വിധമായിരുന്നു ഇരുവരും ഒരുമിച്ചെത്തിയതും. അതിന് ഉദാഹരണം തന്നെയായിരുന്നു പുറത്തുവന്ന വീഡിയോകൾ. വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ തൃഷയ്ക്കൊപ്പം പൊതുവേദിയിലാണ് നടൻ പ്രത്യക്ഷപ്പെട്ടത്. നിർമ്മാതാവ് കൽപ്പാത്തി എസ് സുരേഷിന്റെയും മീനാക്ഷി സുരേഷിന്റെയും മകന്റെ വിവാഹ സൽക്കാരത്തിലാണ് വിജയും തൃഷയും ഒന്നിച്ച് പങ്കെടുത്തത്. ഇരുവരും വിവാഹ സൽക്കാരം നടക്കുന്നിടത്തേക്ക് ഒരേ കാറിൽ നവദമ്പതികളെ പോലെ വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ വൈറലായിരുന്നു. ഗോൾഡൻ നിറത്തിലുള്ള കസവുമുണ്ടും ഷർട്ടുമായിരുന്നു വിജയുടെ വേഷം. വിജയുടെ വസ്ത്രത്തിന് മാച്ചാകുന്ന തരത്തിൽ ഗോൾഡൻ നിറത്തിലുള്ള സിൽക്ക് സാരിയായിരുന്നു തൃഷ ധരിച്ചത്. ഇരുവരും ഒരുമിച്ച് നവദമ്പതികൾക്ക് ആശംസകൾ നേരുന്നതും ബൊക്കെ കൈമാറുന്നതും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതും വൈറൽ വീഡിയോയിൽ കാണാം. ഇനി ഒളിപ്പിക്കാൻ ഒന്നുമില്ലെന്ന മുഖഭാവമായിരുന്നു തൃഷയ്ക്കും വിജയ്ക്കും. വീഡിയോ വൈറലായതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു. വീഡിയോ കാണും വരെ എല്ലാം വെറും ഗോസിപ്പ് മാത്രമായി തീരണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നും എന്നാൽ തൃഷയ്ക്കൊപ്പം പുഞ്ചിരിയുമായി വിജയ് നിൽക്കുന്നത് കണ്ടപ്പോൾ നടനോട് ഇതുവരെ തോന്നിയ എല്ലാ ബഹുമാനവും നഷ്ടപ്പെട്ടുവെന്നും ചിലർ രോഷം പ്രകടിപ്പിച്ച് കുറിച്ചു. വിജയ്ക്കൊപ്പമുള്ള ഫോട്ടോകൾ ഇടയ്ക്കിടെ തൃഷ പങ്കുവെക്കാറുണ്ടായിരുന്നു. എങ്കിലും ഗോസിപ്പുകൾ ആരംഭിച്ച ശേഷം കപ്പിളിനെ പോലെ ഇരുവരും പൊതുവേദിയിൽ എത്തുന്നത് ഇതാദ്യമാണ്. ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്കിടെ ഇത് നിങ്ങൾക്ക് ആവശ്യമായിരുന്നു തലൈവ? എന്തൊക്കെ പറഞ്ഞാലും ദളപതിയുടെ ധൈര്യം സംബന്ധിച്ചേ മതിയാകൂ. മറ്റൊരു ജയൻ രവിയെയും കിനീഷയെയും കണ്ടതുപോലെ തോന്നുന്നു. തലൈവൻ മാസ് MGRനെ പോലെ ആയിരിക്കുമെന്ന് പറഞ്ഞപ്പോഴേ ഇതൊക്കെ ഊഹിക്കണമായിരുന്നു. ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു. പഠിക്കൽ കൊണ്ടുപോയി കലമുടച്ചതുപോലെയായി. ഭാര്യയെ വഞ്ചിച്ചതും പോരാഞ്ഞ് ഇത്തരം പ്രവൃത്തികൾ നോർമലൈസ് ചെയ്യുന്ന പ്രവൃത്തിയാണ് വിജയ് കാണിച്ചു കൂട്ടുന്നത് എന്നിങ്ങനെ നീളുന്നു കമന്റ് പ്രത്യക്ഷപ്പെട്ട പ്രതികരണങ്ങൾ. സംഗീത ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത ശേഷം കമന്റ് ബോക്സ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് തൃഷ. വിജയ് സംഗീത ദാമ്പത്യം തകർത്തതിന്റെ ദേഷ്യം വിജയ് ആരാധകർ തീർത്തത് നടിയുടെ കമന്റ് ബോക്സിലാണ്.